കോൺഗ്രസുകാരും തൃണമൂൽ കോൺഗ്രസുകാരും ലയിക്കുന്നുവെന്ന റിപ്പോർട്ട് ഒരു വിഭാഗം തള്ളിക്കളഞ്ഞു. റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്നും BJPക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് നടത്തുന്നതെന്നുമാണ് നേതൃത്വം പറയുന്നത്. ബൽറാം നെടുങ്ങാടി ഈ വാർത്തയുടെ സത്യസ്ഥിതിയുമായി നമുക്കൊപ്പം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. പറയൂ ബൽറാം. SKN തുടർച്ചയായി 2 ദിവസങ്ങളിൽ മമതാ ബാനർജി സോണിയാഗാന്ധിയെയും അഭിഷേക് ബാനർജി രാഹുൽ ഗാന്ധിയെയും കണ്ടതിന് പിന്നാലെയാണ് മമതാ ബാനർജിയെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഉപാധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തതായുമാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അക്കാര്യം 2 പാർട്ടികളും ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു ലയന ചർച്ച ഈ ഘട്ടത്തിൽ നടത്തിയിട്ടില്ല എന്നും ചർച്ച നടത്തിയത് പ്രധാനമായും BJPക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിനായി, ഇന്ത്യ സഖ്യത്തെ കൂടുതൽ ശക്തമാക്കുന്നതിനായി വേണ്ടിയുള്ള ചർച്ചകളാണ് ഉണ്ടായത് എന്നുമാണ്. ഈ കൂടിക്കാഴ്ചകൾ ഏറെ കൗതുകകരമായിരുന്നു. സാധാരണ രീതിയിൽ സോണിയാഗാന്ധി 10 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറിൽ കൂടുതലോ ആരുമായും ചർച്ചയ്ക്ക് സമയം അനുവദിക്കാറില്ല എന്നിരിക്കെ മമതാ ബാനർജിയുമായി ഏതാണ്ട് 50 മിനിറ്റോളമാണ് കൂടിക്കാഴ്ച നീണ്ടത്. രാഹുൽ ഗാന്ധി ആകട്ടെ അഭിഷേക് ബാനർജിയുമായി 90 മിനിറ്റ് നീണ്ടുനിന്ന ചർച്ചകളാണ് നടന്നത്. അതിനുശേഷം സോണിയാഗാന്ധിയെ മമതാ ബാനർജി വീണ്ടും 2 ദിവസത്തിനകം കാണുമെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം, ഒരു ലയന നീക്കം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്നാൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള ലയന സാധ്യതകൾ അത് ഇരു പാർട്ടികളും തള്ളുന്നില്ല എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ ബംഗാളിലെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ലയന നീക്കത്തെ എതിർത്തുകൊണ്ടുള്ള പരാമർശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധി ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.